C#.netന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അബ്സ്ട്രാക്റ്റ് ക്ലാസ്സസ് എന്താണെന്നാണ്. നമുക്കൊരു കൺസോൾ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ഒരു ക്ലാസ്, പ്രോഗ്രാം ക്ലാസ് ഉണ്ട്. നമുക്കൊരു പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. പബ്ലിക് ക്ലാസ് സ്റ്റുഡൻറ് എന്നൊരു ക്ലാസ് ഉണ്ട്. അതിനകത്ത് പ്രോപ്പർട്ടീസും ഉണ്ട്, മെത്തേഡ്സും ഉണ്ട്. പ്രിന്റ് എന്നൊരു മെത്തേഡ്, ഇതിൽ നമുക്ക് കൺസോളിൽ എന്തെങ്കിലും റൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാം. ഇനി നമുക്ക് ഒരു ക്ലാസ്സും കൂടെ ക്രിയേറ്റ് ചെയ്യാം. ഡിപ്പാർട്ട്മെന്റ് എന്നൊരു ക്ലാസ്സും കൂടെ ക്രിയേറ്റ് ചെയ്യാം. ഇതിൻ്റെ മെത്തേഡിൻ്റെ നെയിം നമുക്ക് ആടെന്ന് കൊടുക്കാം. ഇവിടെ ഇപ്പം രണ്ട് ക്ലാസ് ഉണ്ട്, സ്റ്റുഡൻറ്റ്, ഡിപ്പാർട്ട്മെൻറ്റ്. എനിക്കിനി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ ക്ലാസ്സിനെ ഒരു അബ്സ്ട്രാക്റ്റ് ക്ലാസ് ആക്കണം. അതിന് വേണ്ടിയിട്ട് അബ്സ്ട്രാക്റ്റ് എന്നൊരു കീവേഡ് യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഇത് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ ക്ലാസ് അബ്സ്ട്രാക്റ്റ് ക്ലാസ് ആയി. ഇനി ഈ അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിൽ അബ്സ്ട്രാക്റ്റ് മെത്തേഡും ഉണ്ടാവും, നോൺ അബ്സ്ട്രാക്റ്റ് മെത്തേഡും ഉണ്ടാവും. ഇവിടെ ഈ മെത്തേഡ് ആടെന്ന് പറഞ്ഞ മെത്തേഡിനെ അബ്സ്ട്രാക്റ്റ് മെത്തേഡ് ആക്കാൻ വേണ്ടിയിട്ട് അബ്സ്ട്രാക്റ്റ് എന്നൊരു കീവേഡ് യൂസ് ചെയ്താൽ മതി. പക്ഷേ ഇവിടെ ഇപ്പം ഇംപ്ലിമെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. അബ്സ്ട്രാക്റ്റ് മെത്തേഡിന് ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ടായിരിക്കത്തില്ല. അബ്സ്ട്രാക്റ്റ് മെത്തേഡിൻ്റെ സ്കെൽറ്റൺ അല്ലെങ്കിൽ ഡിക്ലറേഷൻ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. പക്ഷേ ഇതിപ്പോൾ ഈ അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഒരു നോൺ അബ്സ്ട്രാക്റ്റ് മെത്തേഡ്, സാധാ ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഡീറ്റെയിൽസ് എന്നൊരു മെത്തേഡ് ഇങ്ങനെ ചെയ്യാം. ഇവിടെ ഇംപ്ലിമെൻറ്റേഷൻ കൊടുക്കാം, കാരണം ഇത് അബ്സ്ട്രാക്റ്റ് മെത്തേഡ് അല്ല. ഓക്കെ, ഇവിടെ ഇപ്പം രണ്ട് ക്ലാസ് ഉണ്ട്. രണ്ട് ക്ലാസ്സിൽ ഒരു ക്ലാസ്സും ഒരു അബ്സ്ട്രാക്റ്റ് ക്ലാസ്സും ഉണ്ട്. അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിനകത്തൊരു നോൺ അബ്സ്ട്രാക്റ്റ് അല്ലാത്തൊരു മെത്തേഡും ഉണ്ട്, അബ്സ്ട്രാക്റ്റ് മെത്തേഡും ഉണ്ട്. ഇനി ഈ മെത്തേഡിൻ്റെ ഈ പ്രിൻ്റ് എന്ന് പറഞ്ഞ മെത്തേഡിനെ നമ്മൾ എങ്ങനെയാണ് സാധാരണ കോൾ ചെയ്യുന്നത്? സ്റ്റുഡൻറ്റ് ക്ലാസ്സിന് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒബ്ജക്റ്റിൽ നിന്ന് പ്രിൻ്റ് എന്ന് പറഞ്ഞ മെത്തേഡിനെ നമുക്ക് കോൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതുപോലെ അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. എനിക്ക് അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിനകത്തെ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ ക്ലാസ്സിനകത്തെ ആഡ് എന്ന് പറഞ്ഞ മെത്തേഡിനെ കോൾ ചെയ്യണമെങ്കിൽ ഈ ഡിപ്പാർട്ട്മെന്റിനെ സ്റ്റുഡൻറ്റ് ക്ലാസ്സിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യണം. ഇൻഹെറിറ്റ് ചെയ്തിട്ട് അതിനകത്തെ മെത്തേഡിനെ ഇംപ്ലിമെന്റ് ചെയ്യണം. ഇവിടെ ഇപ്പം നമ്മുടെ അബ്സ്ട്രാക്റ്റ് മെത്തേഡിനെ ആഡ് എന്ന് പറഞ്ഞ മെത്തേഡിനെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഇംപ്ലിമെന്റ് ചെയ്യുമ്പം ഓവർറൈഡ് എന്നൊരു കീവേഡ് യൂസ് ചെയ്യണം. അബ്സ്ട്രാക്റ്റ് മെത്തേഡിനെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഓവർറൈഡ് എന്ന കീവേഡ് യൂസ് ചെയ്യണം. ഓക്കെ, ഇനി ഈ മെത്തേഡിന് ഇവിടെ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിൽ അവൈലബിൾ ആണ് ആഡ്. ഇങ്ങനെ നമുക്ക് അബ്സ്ട്രാക്റ്റ് മെത്തേഡിനെ കോൾ ചെയ്യാൻ പറ്റും. അബ്സ്ട്രാക്റ്റ് ക്ലാസ് എപ്പോഴും ഒരു ബേസ് ക്ലാസ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിൽ അബ്സ്ട്രാക്റ്റ് മെത്തേഡും ഉണ്ടാവും, നോൺ അബ്സ്ട്രാക്റ്റ് മെത്തേഡും ഉണ്ടാവും. പക്ഷേ അബ്സ്ട്രാക്റ്റ് മെത്തേഡ് എപ്പോഴും അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിൽ മാത്രമേ ഡിക്ലെയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്തിട്ട് അതിൻ്റെ മെത്തേഡിനെ ഓവർറൈഡ് എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്തിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാം. ഓക്കെ, അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അബ്സ്ട്രാക്റ്റ് ക്ലാസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു, അതിലെങ്ങനെ അബ്സ്ട്രാക്റ്റ് മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുന്നു, അബ്സ്ട്രാക്റ്റ് മെത്തേഡിന് ഇംപ്ലിമെൻറ്റേഷൻ ഇല്ല, മെത്തേഡിൻ്റെ സ്കെൽറ്റൻ അല്ലെങ്കിൽ ഡിക്ലറേഷൻ മാത്രമേ ഉള്ളൂ. അതുപോലെ അബ്സ്ട്രാക്റ്റ് മെത്തേഡിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, നമ്മൾ അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും കവർ ചെയ്തിട്ടുണ്ട്.
ഓക്കെ, ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്